മലയാളിയുടെ പ്രണയ ബൈബിൾ തൂവാനത്തുമ്പികൾ. ക്ലാരയും ജയകൃഷ്ണനും ഇവർ വെറും സിനിമാ കഥാപാത്രങ്ങളല്ല. മലയാളികൾക്കിന്നും മറക്കാനാവാത്ത അവരുടെ പ്രണയത്തിനു പിന്നിൽ ഒരു യഥാർത്ഥ ജീവിതമുണ്ടായിരുന്നു. തൻ്റെ സുഹൃത്തിന് പത്മരാജൻ പണിത ജീവനുള്ള സ്മാരകമാണ് തൂവാനത്തുമ്പികൾ. സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരു വേശ്യ, അവളുടെ ദല്ലാൾ, ഒരു തറവാടിയായ താന്തോന്നി, ഇവരെയെല്ലാം കൂട്ടിയിണക്കി പത്മരാജൻ ഉണ്ടാക്കിയത് മലയാളിയുടെ പ്രണയ ബൈബിളാണ്. ഇത് തൂവാനത്തുമ്പികൾ എന്ന സിനിമയുടെ മാത്രം കഥയല്ല, ഇത് പത്മരാജൻ എന്ന മനുഷ്യൻ്റെ കഥയാണ്. ആലപ്പുഴ മുതുകുളം സ്വദേശിയായ ഒരു ചെറുപ്പക്കാരൻ 1965 ഏപ്രിൽ 26 ആകാശവാണി തൃശ്ശൂർ നിലയത്തിൽ ജോലിയിൽ പ്രവേശിച്ചു. കനവുകൾ ഉറങ്ങുന്ന കണ്ണുകളും കഥകൾ ഉണരുന്ന മനസ്സുമുള്ള ആ ചെറുപ്പക്കാരൻ്റെ പേര് പി പത്മരാജൻ എന്നായിരുന്നു. തേക്കിൻകാട് മൈതാനത്തിന് അടുത്തുള്ള ഒരു ചെറിയ ലോഡ്ജ് മുറിയിലായിരുന്നു അന്ന് പത്മരാജൻ താമസിച്ചിരുന്നത്. എല്ലാ തരത്തിലുള്ള കമ്പനികളിലും പത്മരാജൻ അന്ന് പ്രബലനായിരുന്നു. പത്മരാജൻ്റെ സുഹൃത്ത് വലയത്തിൻ്റെ അതിർത്തി വിശാലമായിരുന്നു. അത്തരത്തിൽ കിട്ടിയ അനുഭവ സമ്പത്തൊക്കെ പത്മരാജൻ എന്ന കഥാകൃത്തിന് ഏറെ ഉപകരിച്ചു. അങ്ങനെ അദ്ദേഹം മലയാള സാഹിത്യത്തിൽ ഏറെ ശ്രദ്ധേയനായ ഒരു കഥാകൃത്തായി മാറി. കഥകളും നോവലറ്റുകളും നോവലുകളും ഒക്കെ പത്മരാജനെ പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിച്ചു. 1978 പത്മരാജൻ തൻ്റെ മനസ്സിലുള്ള ഒരു കഥ എഴുതാൻ തീരുമാനിച്ചു. സ്വസ്ഥമായിട്ടിരുന്ന് ആ കഥ കടലാസിലേക്ക് പകർത്താൻ അദ്ദേഹം തിരുവനന്തപുരം നെയ്യാർ ഡാമിലെ തടാക തീരത്തിനടുത്തുള്ള ഗസ്റ്റ് ഹൗസിൽ കൂടി. നോവൽ എഴുതാൻ തുടങ്ങിയപ്പോൾ പത്മരാജൻ്റെ മനസ്സിലേക്ക് തൃശ്ശൂർ നഗരം പകർന്നു നൽകിയ അനുഭവങ്ങൾ ഓരോന്നായി ഒഴുകി വന്നു. മേനോൻ, കൊള്ളി, ഷീല, അങ്ങനെ നിരവധി പേർ. പിന്നെ എഴുതി തുടങ്ങി. മനസ്സിൽ നിന്നും ആ കഥ അനുസ്യൂതമൊഴുകി. കഥാപാത്രങ്ങൾക്ക് പുതിയ പേരുകൾ ഇട്ടു. യഥാർത്ഥ സംഭവങ്ങളോടൊപ്പം കഥകളും ഉണ്ടാക്കി. തൃശ്ശൂരിൽ തേക്കിൻകാട് മൈതാനം ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു. കൊള്ളി എന്നാണ് അയാളുടെ പേര്. രാവണയുമ്പോഴാണ് കൊള്ളി തൻ്റെ ജോലി ആരംഭിക്കുന്നത്. നഗരത്തിലെ മാന്യന്മാർ എന്ന് നടിക്കുന്നവർക്കൊക്കെയും അയാളെ അറിയാം. എല്ലാവർക്കും അയാളൊരു ഉപകാരിയാണ്. എല്ലാവരുടെയും രുചിഭേദങ്ങളും കൊള്ളിക്കറിയാം. ഒരു പെൺരൂപത്തെ കണ്ടാൽ ഉടൻ അവൾക്ക് എത്ര രൂപ വരെ വിലയിടാം എന്നു കരുതുന്ന ആളായിരുന്നു അയാൾ. മരവിച്ചുറഞ്ഞുകൂടിയ ക്രൂരതയുടെ മുഖവുമായ ഒരാൾ. പത്മരാജൻ ഈ കഥാപാത്രത്തിനെ തൻ്റെ നോവലിൽ അതേപടി പകർത്തിവെച്ചു. തങ്ങൾ എന്ന് പേരിട്ടു. പിന്നെയും ഏറെ കഥാപാത്രങ്ങളെ പത്മരാജൻ തൻ്റെ തൃശ്ശൂർ ജീവിതത്തിൽ നിന്നും കടമെടുത്തു. അങ്ങനെ പത്മരാജൻ ആ കഥ എഴുതി തീർത്തു. ഉദകപ്പോള എന്നായിരുന്നു പേരിട്ടിരുന്നത്. അർത്ഥം നീർക്കുമിള. ഉദകപ്പോള പോലെ പൊടിഞ്ഞു തകരുന്ന ജീവിതങ്ങൾക്ക് ഒരു സ്മാരക ലേഖനമായിരുന്നു അത്. 1978 മലയാള നാട് വാരികയിൽ ഉദകപ്പോള ഖണ്ഡശ പ്രസിദ്ധീകരിച്ചു. അതിനുവേണ്ടി ചിത്രങ്ങൾ വരച്ചത് സംവിധായകൻ ഭരതനായിരുന്നു. 1979 നോവൽ പുസ്തകമായി പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തു. നോവലിലെ ചില ഭാഗങ്ങൾ, പ്രത്യേകിച്ച് ജയകൃഷ്ണൻ്റെ നഗരത്തിലെ ജീവിത രീതി, പത്മരാജൻ്റെ സുഹൃത്തുക്കളിൽ ഒരാളായ ഉണ്ണിമേനോൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയതാണ്. തൃശ്ശൂർ നഗരത്തിന് അടുത്തുള്ള ഒരു നാട്ടിൻപുറത്തിൽ പാരമ്പര്യമുള്ള ഒരു തറവാട്ടിൽ സഹൃദയനായ ഒരു താന്തോന്നിയായിരുന്നു ഈ ഉണ്ണിമേനോൻ. തൃശ്ശൂരിലെ 18 കമ്പനിയുടെ നേതാവായിരുന്നു അയാൾ. സ്നേഹവും സൗഹൃദവും അയാൾക്കൊരു ദൗർബല്യമായിരുന്നു. ഈ കഥ നോവലായി പ്രസിദ്ധീകരിച്ചപ്പോൾ മേനോൻ ദുബായിലായിരുന്നു. നോവലിൽ കഥ പറയുന്ന ആളിനായിരുന്നു പ്രാമുഖ്യം. ഞാൻ എന്ന കഥാപാത്രത്തിൻ്റെ കണ്ണിലൂടെ കാണുന്ന കാഴ്ചകളായിരുന്നു ഒക്കെയും. 1979 പെരുവഴി അമ്പലം എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ട് പത്മരാജൻ സിനിമാ രംഗത്തേക്ക് പ്രവേശിച്ചു. തുടർന്ന് തിരക്കഥാരംഗത്തും പത്മരാജൻ അനിഷേധ്യനായി മാറി. തിരക്കഥാരംഗത്തെ തിരക്കുകൾക്കിടയിലൂടെയും പത്മരാജൻ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു വന്നു. പഴഞ്ചൻ ശൈലികൾക്ക് നേരെയുള്ള കടന്നാക്രമണമായിരുന്നു പത്മരാജൻ്റെ ഓരോ തിരക്കഥയും ഓരോ സിനിമയും. 1986 അവസാനം പത്മരാജൻ തന്നെ സംവിധാനം നിർവഹിച്ച നൊമ്പരത്തിപ്പൂവ് എന്ന ചിത്രത്തിൻ്റെ ലാബ് വർക്കുകൾ നടക്കുന്ന സമയം കൊല്ലത്തുള്ള സ്റ്റാൻലി എന്ന ഒരാൾ പത്മരാജനെ വന്നു കണ്ടു. ഒരു ചിത്രം സംവിധാനം ചെയ്തു തരണം, ഇതായിരുന്നു സ്റ്റാൻലിയുടെ ആവശ്യം. നൊമ്പരത്തിപ്പൂവ് പൂർത്തിയായതിനു ശേഷം ആലോചിക്കാം എന്ന് പത്മരാജൻ ഉറപ്പിച്ചു പറഞ്ഞു. പുതിയ ചിത്രത്തെക്കുറിച്ച് ആലോചിക്കാൻ 1986 ഡിസംബറിൽ പത്മരാജനും സ്റ്റാൻലിയും ഒരുമിച്ച് കൂടി.
ഉദകപ്പോള എന്ന നോവൽ സിനിമയാക്കാം പത്മരാജൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ സ്റ്റാൻലിക്ക് നേരിയൊരു ആശങ്കയുണ്ടാകാതിരുന്നില്ല. കാരണം സിനിമയാക്കാൻ പറ്റിയ പരുവത്തിലല്ല പത്മരാജൻ നോവൽ എഴുതിയിരിക്കുന്നത്. സ്റ്റാൻലിയുടെ ആശങ്ക മനസ്സിലാക്കിയ വണ്ണം പത്മരാജൻ പറഞ്ഞു, ഉദകപ്പോള അതേപടി പകർത്തുകയല്ല, ആ നോവലിൻ്റെ ഘടനയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി അതേ കഥാപാത്രങ്ങളെ ഉപയോഗിച്ച് ഒരു സിനിമ. എന്തു പറയുന്നു? എന്തു പറയാൻ? പത്മരാജനെ സ്റ്റാൻലിക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു. അങ്ങനെ ആ പ്രോജക്റ്റ് ആരംഭിച്ചു. 1987 ജനുവരിയിൽ തിരുവനന്തപുരത്ത് ജഗതിയിലുള്ള ഐശ്വര്യ അപ്പാർട്ട്മെൻറ്റിലെ സ്വന്തം ഫ്ലാറ്റിലിരുന്ന് പത്മരാജൻ തിരക്കഥ എഴുതി. ഉദകപ്പോള നോവലിലെ 2 കഥാപാത്രങ്ങളെ ചേർത്ത് സിനിമയ്ക്കൊരു നായകനെ ഉണ്ടാക്കി. നോവലിലെ ഞാൻ എന്ന കഥാപാത്രത്തെയും ജയകൃഷ്ണൻ എന്ന കഥാപാത്രത്തിനെയും കൂട്ടിച്ചേർത്താണ് സിനിമയിലെ പ്രധാന കഥാപാത്രമായ ജയകൃഷ്ണനെ രൂപപ്പെടുത്തിയത്. നോവലിൽ നിന്നും ക്ലാരയെയും തങ്ങളെയും ഋഷിയെയും കുടികിടപ്പുകാരനായ രാമനുണ്ണി നായരെയും അതേപടി സിനിമയിലേക്ക് പകർത്തുകയാണുണ്ടായത്. കുടികിടപ്പുകാരനായ രാമനുണ്ണി നായർ ഇന്നും ജീവിച്ചിരിക്കുന്ന കഥാപാത്രമാണ്. കുടികിടപ്പ് ഒഴിഞ്ഞു എന്ന് മാത്രം. നോവലിലും സിനിമയിലും വിവരിച്ചതുപോലെ തന്നെയാണ് കക്ഷിയെ ഒഴിപ്പിച്ചെടുത്തതും. തൃശ്ശൂർക്കാരനായ ജയകൃഷ്ണൻ അവിവാഹിതനാണ്. വീട്ടിൽ തികച്ചും സാധാരണക്കാരനായും നഗരത്തിൽ ആഘോഷപ്രിയനായും ജീവിക്കുന്ന ഒരു വിചിത്ര വ്യക്തിത്വമാണ് ജയകൃഷ്ണൻ്റേത്. തൻ്റെ ഗ്രാമത്തിലെ അകന്ന ബന്ധു കൂടിയായ രാധയും പിന്നീട് അയാൾ പരിചയപ്പെടുന്ന ലൈംഗിക തൊഴിലാളിയായ ക്ലാരയും ഒരുമിച്ച് അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതോടെ ജയകൃഷ്ണൻ്റെ ലോകം മാറി മറിയുന്നു. സിനിമയായപ്പോൾ പേര് മാറി. തൂവാനത്തുമ്പികൾ. തൂവാനമെന്നാൽ ചാറ്റൽ മഴ. മഴക്കാലം ആരംഭിക്കുമ്പോൾ ആദ്യ തുള്ളികൾ മണ്ണിൽ വീഴുമ്പോൾ മണ്ണിൻ്റെ മണവും പേറി തുമ്പികൾ പറന്നു വരാറുണ്ട്. ആയുസ്സേറെയില്ലാത്ത പാവം തുമ്പികൾ. ഈ തുമ്പികളെപ്പോലെ ക്ഷണികമായിരുന്നു ക്ലാരയുടെയും ജയകൃഷ്ണൻ്റെയും ബന്ധം. വളരെ കുറച്ചു കാലം മാത്രം നിലനിന്ന ബന്ധം. തൂവാനത്തുമ്പികൾ എന്ന് പേരിടാൻ പത്മരാജനെ പ്രേരിപ്പിച്ച ചിന്ത ഇതായിരുന്നു. സ്ക്രിപ്റ്റ് പൂർത്തിയായി കഴിഞ്ഞാൽ പത്മരാജന് ഒരു സ്വഭാവമുണ്ട്, അമ്മയെ കാണിക്കണം. അമ്മയുടെ ചില നിർദ്ദേശങ്ങൾ ഉണ്ടാകും ഏതൊരു സിനിമയുടെയും വിജയത്തിന് പിന്നിൽ. അമ്മയുടെ അഭിപ്രായത്തിന് പത്മരാജൻ വലിയ വില നൽകാറുണ്ട്. തൂവാനത്തുമ്പികളുമായി പത്മരാജനും ഗാന്ധിമതി ബാലനും കൂടി നേരെ മുതുകുളം ഞവരക്കൽ വീട്ടിലെത്തി. അമ്മ സ്ക്രിപ്റ്റ് വായിച്ചു. അതിസുന്ദരിയായ ഒരു പെണ്ണായിരിക്കണം ക്ലാര. അധികം കണ്ട് പഴകാത്ത ഒരു പെണ്ണ്. ഏതു പുരുഷൻ കണ്ടാലും വീണു പോകും വിധം സുന്ദരിയായിരിക്കണം അമ്മ നിർദ്ദേശിച്ചു. അങ്ങനെ ക്ലാരയായി സുമലത എത്തി. ജയകൃഷ്ണനായി മോഹൻലാലിനെയും തങ്ങളായി ബാബു നമ്പൂതിരിയെയും പത്മരാജൻ തിരഞ്ഞെടുത്തു. കുടികിടപ്പുകാരൻ രാമനുണ്ണി നായരുടെ ചെറിയ വേഷത്തിന് ജഗതി ശ്രീകുമാറിനെയാണ് വിളിച്ചത്. പത്മരാജനും സുമലതയും മുൻപ് പല പ്രോജക്റ്റുകളെക്കുറിച്ചും ചർച്ച ചെയ്തിരുന്നെങ്കിലും ഒന്നും നടന്നിരുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ സുമലത അത് മുറുക്കെ പിടിച്ചു. സുമലത പറഞ്ഞു, അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു. എന്നാൽ മോഹൻലാൽ എത്താൻ വൈകുന്നത് കണ്ട് മടുത്ത് ഞാൻ ഈ സിനിമയിൽ നിന്ന് മിക്കവാറും പിന്മാറേണ്ടതായിരുന്നു. മോഹൻലാൽ അക്കാലത്ത് ഒരേ സമയം ഒരുപാട് സിനിമകളിൽ അഭിനയിക്കുന്ന തിരക്കിലായതുകൊണ്ട് എനിക്ക് 10 ദിവസത്തിലകം അദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടി വന്നു. ഞാൻ പോകുകയാണെന്ന് നിർമ്മാതാവിനോട് പറയുകയും ചെയ്തു. പക്ഷേ ഭാഗ്യവശാൽ അടുത്ത ദിവസം തന്നെ അദ്ദേഹം എത്തി. ഷൂട്ടിംഗ് ആരംഭിച്ചു. പത്മരാജൻ തീർത്ത ആ മാന്ത്രികത കൊണ്ട് ക്ലാര എന്ന എൻ്റെ കഥാപാത്രം ഇന്നും കൗമാരക്കാർക്കിടയിൽ പോലും ഓർമ്മിക്കപ്പെടുന്നു. ഈ സിനിമയുടെ തുടക്കത്തിൽ ONV കുറുപ്പായിരുന്നു ഗാനരചയിതാവ്. പത്മരാജൻ ONV കുറുപ്പിന് സ്ക്രിപ്റ്റ് മുഴുവനും വായിച്ചു കൊടുത്തു. അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. ONV സമ്മതിച്ചുവെങ്കിലും ബോംബെ രവിയെക്കൊണ്ട് സംഗീതം ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞു. അതിനും ആർക്കും എതിരഭിപ്രായമുണ്ടായിരുന്നില്ല. എന്നാൽ ബോംബെ രവിയുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നിർമ്മാതാവിന് താങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രതിഫലമാണ് അദ്ദേഹം പറഞ്ഞത്. അക്കാലത്ത് ഒരു പാട്ട് ചെയ്യാൻ മാത്രം ബോംബെ രവിക്ക് 1 ലക്ഷമാണ് ശമ്പളം. അതുകൊണ്ട് മറ്റാരെങ്കിലും കൊണ്ട് സംഗീതം ചെയ്യിപ്പിക്കാമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ ബോംബെ രവിക്ക് പകരം പുതുമുഖമായ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിനെ നിശ്ചയിച്ചു. ഇതിനു പിന്നിൽ ഒരു കഥയുണ്ട്. പത്മരാജൻ ഒരിക്കൽ ആകാശവാണിയിൽ ഒരു ലളിതഗാനം കേൾക്കുകയുണ്ടായി. ഓണം കേറാമൂലകളിൽ സിന്ദൂരം എന്ന് തുടങ്ങുന്നതായിരുന്നു ആ പാട്ടിൻ്റെ വരികൾ. പാടിയത് KS ചിത്രയും ഇടവ ബഷീറുമായിരുന്നു. ഈ പാട്ടിൻ്റെ വരികളും സംഗീതവും പത്മരാജനെ ഏറെ ആകർഷിച്ചു. പിന്നീട്
അതിൻ്റെ ശില്പികളായ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് എന്ന സംഗീത സംവിധായകനെയും ഗാനരചയിതാവായ കൈതപ്രത്തെയും ആകാശവാണിയിൽ വച്ച് പത്മരാജൻ കണ്ടുമുട്ടുകയും പാട്ടിനോടുള്ള തൻ്റെ ഇഷ്ടം പങ്കുവയ്ക്കുകയും ചെയ്തു. അവിടുന്ന് പോകാൻ നേരം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് പത്മരാജനോട് പറഞ്ഞു, പപ്പേട്ടാ, എനിക്ക് ചേട്ടൻ്റെ ഒരു പടം ചെയ്യണമെന്നുണ്ട്. ഈ അപേക്ഷ പത്മരാജൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ തൂവാനത്തുമ്പികൾക്ക് സംഗീതം നൽകാൻ പെരുമ്പാവൂരിനെ വിളിച്ചു. ONVക്ക് ഇതിൽ അതൃപ്തി ഉണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹം വരികൾ എഴുതി. അദ്ദേഹം വരികൾ ആദ്യം ഒരു കവിതയായി എഴുതുകയും അതിനനുസരിച്ച് രവീന്ദ്രനാഥ് ഈണം നൽകുകയുമായിരുന്നു. മേഘം പൂത്തു തുടങ്ങി എന്ന പാട്ടിനായി അദ്ദേഹം എഴുതിയ വരികൾ ഇനി നിൻ മനസ്സിൻ്റെ കൂട് തുറന്നതിൽ ഒരു മിന്നാമിന്നിയെ കൊണ്ടുവയ്ക്കാമെന്നായിരുന്നു. പാട്ട് നല്ലതാണെങ്കിലും എന്തോ ഒരു ചേർച്ചയില്ലായ്മ പത്മരാജന് തോന്നിയിരുന്നു. പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറുമായ ഗാന്ധിമതി ബാലൻ പാട്ടിനൊരു പഞ്ച് പോരാ എന്ന് പറഞ്ഞു. ഒരഭിപ്രായം അറിയാനായി പത്മരാജൻ സംഗീതം പഠിച്ച തൻ്റെ മൂത്ത സഹോദരനെ പാട്ട് കേൾപ്പിച്ചു. അദ്ദേഹം പാട്ട് കേട്ടിട്ട് പറഞ്ഞു, ഒരു ഗസൽ ടച്ചൊക്കെ ഉണ്ട്, എങ്കിലും നീ പറഞ്ഞ സന്ദർഭത്തിന് ചേർന്ന വരികളല്ലിത്. ചേട്ടൻ പറഞ്ഞത് ശരിയാണെന്ന് പത്മരാജന് തോന്നി. അതിനാൽ ആദ്യം ഈണം തയ്യാറാക്കി അതിനനുസരിച്ച് വരികൾ എഴുതാൻ തീരുമാനിച്ചു. അങ്ങനെ 2 പാട്ടുകൾക്കുമായി രവീന്ദ്രനാഥ് 10 ഈണങ്ങൾ വീതം തയ്യാറാക്കി. എന്നാൽ ഈണത്തിനനുസരിച്ച് തൻ്റെ കവിതയിൽ മാറ്റം വരുത്താൻ ONV തയ്യാറായില്ല. പിന്നീട് ഈ പ്രോജക്റ്റിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയും ചെയ്തു. പത്മരാജന് ONV എഴുതണമെന്നായിരുന്നു ആഗ്രഹം. അത് നടക്കില്ല എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഏറെ വിഷമമുണ്ടായി. ഒടുവിൽ മറ്റാരെയും വിളിക്കണ്ട എന്ന് കരുതി പത്മരാജൻ തന്നെ ഒരു കവിത എഴുതി. ക്ലാരയുടെ മാനസികാവസ്ഥ പ്രതിഫലിക്കുന്ന വരികളായിരുന്നു അവ. ആ വരികൾ സിനിമയിൽ ട്യൂൺ ചെയ്ത് ചേർക്കാമെന്ന് പത്മരാജൻ കരുതിയെങ്കിലും പിന്നീട് തീരുമാനം മാറ്റി. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് 1990 ദിവസം വാർഷിക പതിപ്പിലേക്ക് കഥ ആവശ്യപ്പെട്ടുകൊണ്ട് കലാകൗമുദി വാരികയിൽ നിന്നും S ജയചന്ദ്രൻ നായർ പത്മരാജനെ വിളിച്ചു. കഥ തൽക്കാലമില്ല, ഞാൻ ഇപ്പോൾ ഒരു കവിത തരാം, പത്മരാജൻ പറഞ്ഞു. നിർദ്ദേശം സ്നേഹപൂർവ്വം നിരസിച്ചുകൊണ്ട് ആ ഫോൺ കോൾ കട്ടായി. പത്മരാജന് അല്പം വിഷമമുണ്ടായി. കഥാകൃത്തായ തനിക്ക് കവിത എഴുതാൻ പാടില്ലേ? വിഷമം അദ്ദേഹം മറച്ചു വെച്ചതുമില്ല. ഭാര്യ രാധാലക്ഷ്മിയോട് അത് പറയുകയും ചെയ്തു. പിന്നെ ചിരിച്ചുകൊണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞു, സാരമില്ല, ഞാൻ മരിച്ചിട്ട് കൊടുത്താൽ മതി, കൊല്ലം തികയുന്ന ദിവസം പ്രസിദ്ധീകരിക്കും. ഇതു കേട്ട് പത്മരാജൻ്റെ ഭാര്യ ഏറെ കരഞ്ഞു. പത്മരാജൻ പതിവ് പോലെ കളിയാക്കി ചിരിച്ചു. കുറച്ചു മാസങ്ങൾ കഴിഞ്ഞ് ജനുവരിയിൽ ഒരു ദിവസം രാത്രി ഉറങ്ങാൻ കിടന്ന പത്മരാജൻ പിന്നെ ഉണർന്നതേയില്ല. 1 കൊല്ലം തികയുന്ന ദിവസം അതേ കലാകൗമുദിയിൽ പത്മരാജൻ എഴുതിയ കവിത അച്ചടിച്ചു വന്നു. അവളുടെ സന്ധ്യാനാമം എന്നായിരുന്നു കവിതയുടെ പേര്. അകലെയൊരു പുകനാരുയരുന്നതിനു മുൻപ് മഴ വന്നു തല്ലി നിൻ ജാലകപ്പാളിമേൽ വിരലോട്ടി വിധി തൻ ചിറികോട്ടി രാവിൻ്റെ വിരസ ചിത്രങ്ങൾ വരയ്ക്കുന്നതിനു മുൻപ് മൂകരാം നമുക്കൊത്ത് മൂവന്തി മൂളുന്ന പാട്ടിൻ്റെ ചെങ്കനൽ പാളികൾ വകഞ്ഞെടുത്തമ്മാനമാടിടാം 7 നിറമലിയുന്ന മാമലച്ചോട്ടിലെ കാലടിപ്പാടുകൾ നോക്കി നിന്നാർക്കാം ചിരിക്കാം മറക്കാം കരയാൻ പിറക്കാം. ഇങ്ങനെ 67 വരികളുള്ള ഒരു കവിതയായിരുന്നു അത്. അറം പറ്റിയതുപോലെ പത്മരാജൻ്റെ വാക്കുകൾ ശരിയായി. 1 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം നമ്മെ വിട്ടുപോയി. അങ്ങനെ തൂവാനത്തുമ്പികൾക്ക് വേണ്ടി എഴുതിയ ആ കവിത പുറം ലോകം കണ്ടു. ഗാനരചയിതാവ് ആരാകണം എന്ന ചിന്ത അപ്പോഴും പത്മരാജനെ അലട്ടി. കൈതപ്രത്തിൻ്റെ പേരാണ് രവീന്ദ്രനാഥ് നിർദ്ദേശിച്ചത്. പക്ഷേ തൻ്റെ ഗുരുതുല്യനായ ONV സാർക്ക് പകരം വേണ്ടത് അതുപോലൊരു സീനിയർ തന്നെ ആയിരിക്കണമെന്ന് പത്മരാജന് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ പ്രശസ്തനായ ഗാനരചയിതാവും എഴുത്തുകാരനും സംവിധായകനും നിർമ്മാതാവും അതിലുപരി തൻ്റെ ബന്ധു കൂടിയായ ശ്രീകുമാരൻ തമ്പിയെ വിളിക്കാം എന്ന് പത്മരാജൻ തീരുമാനിച്ചു. പത്മരാജൻ തമ്പിയെ വിളിച്ചു. ഞാൻ രാജനാണ്, നിങ്ങൾ നമ്മളെ ഒന്ന് സഹായിക്കണം. സിനിമയിൽ വന്നിട്ട് ഇത്രയും വർഷങ്ങളായിട്ടും ബന്ധു കൂടിയായ പത്മരാജൻ തന്നെ പാട്ടെഴുതാൻ വിളിക്കാത്തതിൽ ശ്രീകുമാരൻ തമ്പിക്ക് പിണക്കമുണ്ടായിരുന്നു. അദ്ദേഹം ചോദിച്ചു, എന്ത് സഹായമാണ് വേണ്ടത്? തുടർന്നുണ്ടായ കാര്യങ്ങളെല്ലാം അദ്ദേഹം ശ്രീകുമാരൻ തമ്പിയോട് വിശദമായി പറഞ്ഞു. തന്നോട് കുറുപ്പ് സാർ കുറച്ച് ഇൻസൾട്ടിംഗ് ആയി സംസാരിച്ചു എന്നുകൂടി പറഞ്ഞു കേട്ടപ്പോൾ ശ്രീകുമാരൻ തമ്പിക്കും വിഷമമായി. അങ്ങനെ അദ്ദേഹം എഴുതാമെന്ന് ധാരണയായി. എടുത്ത ഷോട്ടുകൾ പത്മരാജൻ ശ്രീകുമാരൻ തമ്പിക്ക് കാണിച്ചു കൊടുത്തു. ഇത് വെച്ച് വേണം പാട്ടെഴുതാൻ. ശ്രീകുമാരൻ തമ്പി ഞെട്ടിപ്പോയി. അദ്ദേഹം ആദ്യമായാണ് ഇങ്ങനെ ഒരു കീഴ്വഴക്കത്തിലൂടെ കടന്നു പോകുന്നത്.
പാട്ടിൻ്റെ രംഗങ്ങൾ കണ്ടുകൊണ്ട് ഒറ്റ രാത്രി കൊണ്ടാണ് അദ്ദേഹം മേഘം പൂത്തു തുടങ്ങി എന്ന ഗാനം എഴുതിയത്. ചെന്നൈയിലെ AVM സ്റ്റുഡിയോയിലായിരുന്നു ഗാനങ്ങൾ റെക്കോർഡ് ചെയ്തത്. ഓർക്കസ്ട്രേഷൻ്റെ ചുമതല നിർവഹിച്ചത് പിൽക്കാലത്ത് അറിയപ്പെടുന്ന സംഗീത സംവിധായകനായ മോഹൻ സിത്താരയാണ്. ഓരോ പാട്ടിനും ഓർക്കസ്ട്രേഷന് ചെലവായത് ഏകദേശം 35,000 രൂപയാണ്. അന്നത്തെ കാലത്ത് അത് ഭീമമായ തുകയായിരുന്നു. പാട്ടുകളെല്ലാം യേശുദാസ് പാടണമെന്നായിരുന്നു തീരുമാനിച്ചത്. യേശുദാസ് പാടാനായി വന്നു. 2 പാട്ടുകളുടെയും ട്രാക്ക് പാടിയത് ഗായകനും പത്മരാജൻ്റെ ഭാര്യ രാധാലക്ഷ്മിയുടെ ബന്ധുവും കൂടിയായ G. വേണുഗോപാലായിരുന്നു. ഇതിൽ 1-ാം രാഗം പാടി എന്ന പാട്ട് കേട്ടപ്പോൾ യേശുദാസ് തന്നെ പറഞ്ഞു, ഇത് ഞാൻ എന്തിനാണ് പാടുന്നത്? വേണു നന്നായി പാടിയിട്ടുണ്ടല്ലോ, ഇത് മതി. ഇത് കേട്ട് പത്മരാജൻ ഉൾപ്പെടെ എല്ലാവർക്കും സന്തോഷമായി. തുടർന്ന് മേഘം പൂത്തു തുടങ്ങി എന്ന പാട്ടിൻ്റെ റെക്കോർഡിങ്ങിലേക്ക് കടന്നു. അവസാനം റെക്കോർഡിംഗ് തീർന്നു. പാട്ടുകൾ കേട്ടുകഴിഞ്ഞ പത്മരാജൻ ഉറപ്പിച്ചു, പാട്ടുകൾ സൂപ്പർ ഹിറ്റാകും. അദ്ദേഹത്തിൻ്റെ പ്രവചനം പോലെ തന്നെ 2 പാട്ടുകളും മലയാളികളുടെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്നു. ചിത്രത്തിൻ്റെ പശ്ചാത്തല സംഗീതം ഒരുക്കിയത് ജോൺസൺ ആണ്. ഇതിലെ എവർഗ്രീൻ ഹിറ്റായ ക്ലാര ജയകൃഷ്ണൻ പശ്ചാത്തല സംഗീതം ഇന്നും എക്കാലത്തെയും പ്രിയപ്പെട്ടതും ആരാധിക്കപ്പെടുന്നതുമായ സംഗീത ശകലങ്ങളിൽ ഒന്നാണ്. മദർ സുപ്പീരിയർ ആണെന്ന വ്യാജേന കത്തെഴുതിയ ശേഷം മഴത്തുള്ളികൾക്കിടയിലൂടെ ജയകൃഷ്ണൻ ക്ലാരയെ സങ്കല്പിക്കുന്ന ആ രംഗത്താണ് ആദ്യമായി ഈ പശ്ചാത്തല സംഗീതം ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് പ്രേക്ഷകരിൽ വൈകാരികമായ ഉണർവ് ഉണ്ടാക്കുക മാത്രമല്ല, ജയകൃഷ്ണൻ്റെ സഫലമാകാത്ത പ്രണയത്തിനായുള്ള തിരച്ചിലിന് ആഴവും വേഗതയും നൽകുകയും ചെയ്യുന്നു. 1987 തൂവാനത്തുമ്പികൾ ഷൂട്ട് ചെയ്തത്. തൃശ്ശൂർ ടൗൺ, കേരളവർമ്മ കോളേജ്, വടക്കുംനാഥ് ക്ഷേത്രം, കാസിനോ ഹോട്ടൽ, ശരാബി ബാർ, ബിന്നി ടൂറിസ്റ്റ് ഹോം എന്നിവിടങ്ങളിലൊക്കെ ഷൂട്ട് ചെയ്തിരുന്നു. പത്മരാജൻ്റെ സ്ഥിരം സിനിമാറ്റോഗ്രാഫറായ വേണുവിനെയാണ് ആദ്യം ക്യാമറ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചത്. എന്നാൽ ബുദ്ധദേവ് ദാസ് ഗുപ്തയുടെ ബാഗ് ബഹാദൂർ എന്ന സിനിമ ചെയ്യേണ്ടിയിരുന്നതുകൊണ്ട് വേണുവിന് പകരം ജയനൻ വിൻസെൻറ്റിനെ നിശ്ചയിച്ചു. ജയനൻ വിൻസെൻ്റാണ് തൃശ്ശൂരിലുള്ള ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തത്. ഈ സിനിമയിലാണ് മലയാള സിനിമയിൽ 2ാമതായി HMI ലൈറ്റ്സ് ഉപയോഗിക്കുന്നത്. മുൻപേ ജയനൻ വിൻസെൻ്റ് തന്നെ ക്യാമറ കൈകാര്യം ചെയ്ത ന്യൂഡൽഹി എന്ന ചിത്രത്തിൽ ആദ്യമായി മലയാള സിനിമയിൽ HMI ലൈറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. പടത്തിൻ്റെ സെക്കൻഡ് ഷെഡ്യൂൾ ആയപ്പോൾ ജയനൻ വിൻസെൻറ്റിന് മുമ്പേ കരാറായ വേറൊരു സിനിമ ചെയ്യാൻ പോകേണ്ടി വന്നു. അപ്പോഴേക്കും ബുദ്ധദേവ് ദാസ് ഗുപ്തയുടെ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഛായാഗ്രാഹകൻ വേണു ഫ്രീ ആയി. അദ്ദേഹം തന്നെ ബാക്കി ഷൂട്ട് ചെയ്യട്ടെ എന്ന് പത്മരാജൻ വിചാരിച്ചിരിക്കുന്ന നേരത്ത് അദ്ദേഹത്തെ തേടി ഒരു കത്ത് വന്നു. അത് ജയനൻ വിൻസെൻറ്റിൻ്റെ അച്ഛനും പ്രശസ്ത ഛായാഗ്രാഹകനും സംവിധായകനുമായ A. വിൻസെൻ്റ് മാഷിൻ്റേതായിരുന്നു. എൻ്റെ ഇളയ മകൻ അജയൻ ഇപ്പോൾ ഒരു തെലുങ്ക് സിനിമ ക്യാമറ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. അത് നല്ല വർക്കാണ്. പോരാത്തതിന് ജയനൻ താങ്കളുടെ സിനിമയുടെ ലൈറ്റിംഗ് പാറ്റേൺസും മറ്റും അവന് പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. അതുകൊണ്ട് താങ്കളുടെ സിനിമയിൽ അവനെ ഒന്ന് സഹകരിപ്പിക്കണം. വിൻസെൻ്റ് മാഷിനെ ഏറെ ബഹുമാനിക്കുന്ന പത്മരാജൻ അദ്ദേഹത്തിൻ്റെ ആ ആവശ്യം ശിരസാ വഹിച്ചു. അങ്ങനെ 2ാമത്തെ ഷെഡ്യൂൾ മുഴുവൻ അജയൻ വിൻസെൻ്റ് ഷൂട്ട് ചെയ്തു. അച്ഛനെയും ജ്യേഷ്ഠനെയും പോലെ തന്നെ അദ്ദേഹവും ഇന്ത്യ ഒട്ടുക്ക് തിരക്കുള്ള ഛായാഗ്രാഹകനായി മാറി. ഈ ചിത്രത്തിൻ്റെ ലൊക്കേഷനിൽ വച്ചാണ് അജയൻ വിൻസെൻറ്റും സുമലതയുടെ അനുജത്തിയും തമ്മിൽ കണ്ടതും പരിചയപ്പെടുന്നതും ഇഷ്ടമാകുന്നതും പിന്നെ വിവാഹം കഴിക്കുന്നതും. മഴ ഈ സിനിമയിലെ മറക്കാനാവാത്ത ഒരു അടയാളമായിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമ ചിത്രീകരിച്ചത് മഴക്കാലത്താണെന്ന് പലരും കരുതുന്നു. എന്നാൽ മിക്കവാറും സീനുകളിലെ മഴ ഫയർഫോഴ്സ് ഓസ് ഉപയോഗിച്ച് കൃത്രിമമായി സൃഷ്ടിച്ചതായിരുന്നു. വർക്കല ബീച്ചിൽ രാത്രിയിൽ മോഹൻലാലും സുമലതയും നടന്നു പോകുന്ന പ്രശസ്തമായ രംഗം ചിത്രീകരിക്കുന്നത് ഛായാഗ്രാഹകൻ അജയൻ വിൻസെൻറ്റിന് വലിയൊരു വെല്ലുവിളിയായിരുന്നു. ലൈറ്റിങ്ങിൻ്റെയും മറ്റ് സാങ്കേതിക വശങ്ങളുടെയും കാര്യത്തിൽ മാത്രമല്ല, അർദ്ധരാത്രിയിൽ പോലും താരങ്ങളെ ഒന്ന് കാണാനായി ആളുകൾ അവിടെ തടിച്ചു കൂടിയിരുന്നതും വലിയ പ്രയാസമുണ്ടാക്കി. എങ്കിലും ഷൂട്ടിങ്ങിൽ ഒരിക്കൽ പോലും ഒരു മടുപ്പും ഉണ്ടായിരുന്നില്ല. അതിന് അജയൻ വിൻസെൻ്റ് പറയുന്ന കാരണം ഇതാണ്: സംവിധായകൻ പത്മരാജനോടൊപ്പം പ്രവർത്തിക്കുന്നത് വലിയ രസമുള്ള കാര്യമായിരുന്നു. അദ്ദേഹം മികച്ചൊരു എഴുത്തുകാരനും കഥാകാരനുമായിരുന്നു. എന്നാൽ അത്ര സാങ്കേതിക ജ്ഞാനമുള്ള ഒരാളായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ക്യാമറ എവിടെ വയ്ക്കണമെന്നോ ഏത് ലെൻസ് ഉപയോഗിക്കണമെന്നോ പറഞ്ഞ് അദ്ദേഹം എൻ്റെ ജോലിയിൽ ഇടപെടാറില്ലായിരുന്നു. കാര്യങ്ങൾ എങ്ങനെയൊക്കെ വേണമെന്ന് അദ്ദേഹം വിവരിച്ചു തരും. അത് അദ്ദേഹത്തിന് തൃപ്തികരമായ രീതിയിൽ ചെയ്തു കൊടുക്കുക എന്നതായിരുന്നു എൻ്റെ ദൗത്യം.
രസകരമായ മറ്റൊരു കാര്യം, രാത്രി വൈകി ജോലി ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിലെ സർഗാത്മകത ഏറ്റവും ഉണർന്നിരുന്നത്. തൂവാനത്തുമ്പികൾ എൻ്റെ ജീവിതത്തിലെ വലിയൊരു നാഴികക്കല്ലാണ്. എനിക്ക് എൻ്റെ ഭാര്യയെ തന്നതും ഈ പടമാണ്. 28 ദിവസങ്ങൾ കൊണ്ടാണ് ഈ ചിത്രം ഷൂട്ട് ചെയ്ത് തീർത്തത്. ഷൂട്ടിങ്ങിനിടയിൽ പ്രൊഡ്യൂസർ സ്റ്റാൻലിക്ക് ഹൃദയസ്തംഭനമുണ്ടായി. ആശുപത്രിയിലാവുകയും ചെയ്തു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം സിനിമ പാതി വഴിയിൽ നിന്നു പോകുമെന്ന അവസ്ഥയിലായി. അന്ന് സഹായഹസ്തവുമായി വന്നത് മോഹൻലാലായിരുന്നു. അദ്ദേഹം സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കി ഷൂട്ടിംഗ് തുടങ്ങാൻ സഹായിച്ചു. പിന്നീട് ചിത്രം വിതരണത്തിന് ഏറ്റെടുത്തിരുന്ന ഗാന്ധിമതി ബാലൻ സിനിമയുടെ നിർമ്മാണം ഏറ്റെടുത്താണ് തൂവാനത്തുമ്പികൾ പൂർത്തിയാക്കിയത്. ആ സമയം ഗാന്ധിമതി ബാലൻ മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ എന്ന ചിത്രം നിർമ്മിക്കുകയായിരുന്നു. ഊട്ടിയിലായിരുന്നു അതിൻ്റെ ലൊക്കേഷൻ. ഫാസിൽ സംവിധായകനും മമ്മൂട്ടി നായകനും. ഒറ്റപ്പാലത്താണെങ്കിൽ തൂവാനത്തുമ്പികളുടെ ഷൂട്ടിംഗ് നടക്കുകയാണ്. 2 ചിത്രങ്ങളുടെയും കാര്യങ്ങൾ നോക്കി ശരിയാക്കണം. ഇതിന് ബാലൻ ചെയ്തതെന്തെന്നോ? ബാലന് ഒരു അംബാസഡർ കാർ ഉണ്ടായിരുന്നു. സിനിമ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വേഗതയേറിയ ഡ്രൈവർ എന്നറിയപ്പെട്ടിരുന്ന ഹൈസ്പീഡ് കുട്ടപ്പനായിരുന്നു അന്ന് ബാലൻ്റെ ഡ്രൈവർ. ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഊട്ടിയിൽ നിന്നും ഒറ്റപ്പാലത്തേക്കും ഒറ്റപ്പാലത്ത് നിന്ന് ഊട്ടിയിലേക്കും വന്നുപോയിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും ബാലൻ നിയന്ത്രിച്ചു. പത്മരാജൻ എന്തിനാണ് ജയകൃഷ്ണൻ എന്ന കഥാപാത്രത്തിന് തൻ്റെ സുഹൃത്തായ ഉണ്ണിമേനോനെ മാതൃകയാക്കിയത്? ഇതിനെക്കുറിച്ച് പത്മരാജൻ്റെ മകനും എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ അനന്തപത്മനാഭൻ പറയുന്നത് ഇങ്ങനെയാണ്. തൃശ്ശൂരിൽ ഓൾ ഇന്ത്യ റേഡിയോയിൽ ജോലി ചെയ്തിരുന്ന സമയത്താണ് അച്ഛൻ ആദ്യമായി ഉണ്ണിമേനോനെ പരിചയപ്പെടുന്നത്. കണ്ടുമുട്ടിയ നിമിഷം തന്നെ അവർ അടുത്ത സുഹൃത്തുക്കളായി മാറി. അത്തരമൊരു ഭ്രാന്തൻ രാത്രിയിൽ ഉണ്ണിമേനോനും അച്ഛനും സുഹൃത്തുക്കളോടൊപ്പം ഒരു കുന്നിൻ മുകളിൽ പോയി. നിലാവിൽ അലിഞ്ഞു നിൽക്കുന്ന ആ ഭൂമിയിലെ സൗന്ദര്യം കണ്ടപ്പോൾ ഉണ്ണിയങ്കിളിന് ആ കുന്നിൻ മുകളിൽ നിന്ന് താഴേക്ക് ചാടാൻ തോന്നി. അന്ന് മരിക്കാൻ തോന്നിയതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ സ്വഭാവം തന്നെ അങ്ങനെയായിരുന്നു. അദ്ദേഹം ചാടാൻ ആഞ്ഞു നോക്കിയെങ്കിലും അച്ഛൻ അദ്ദേഹത്തെ പിടിച്ചു മാറ്റി. ഇങ്ങനെ ഉണ്ണിമേനോൻ്റെ പെട്ടെന്നുണ്ടാകുന്ന ഇൻസ്റ്റിങ്റ്റീവായ തീരുമാനങ്ങളും മാറി മറിയുന്ന ബഹുരൂപ വ്യക്തിത്വവും പത്മരാജനെ ഏറെ ആകർഷിച്ചു. ഉണ്ണിമേനോൻ പിൽക്കാലത്ത് നൽകിയ പല അഭിമുഖങ്ങളിലും ക്ലാരയെ പറ്റിയും മറ്റും ചോദിക്കുമ്പോൾ പറയുന്നത് തനിക്കും പത്മരാജനും ഉണ്ടായിരുന്ന പ്രണയങ്ങളാകാം ക്ലാര എന്ന കഥാപാത്രത്തിലേക്ക് മാറിയത് എന്നാണ്. സിനിമയിലെ രാധയെപ്പോലെ തന്നെ ഉണ്ണിമേനോൻ്റെ ഭാര്യ ഉഷ കേരളവർമ്മ കോളേജിലാണ് പഠിച്ചത്. മേനോൻ അക്കാലത്ത് കോളേജിൽ അവരെ കാണാൻ പോകാറുണ്ടായിരുന്നു. അവിടെ വച്ച് പുതിയ വിദ്യാർത്ഥികളെ പരിചയപ്പെടുമ്പോൾ ഇപ്പോൾ എങ്ങനെയാ, മൂലക്കുരുവൊക്കെ കുറവുണ്ടോ എന്ന് ചോദിക്കുന്നത് മേനോൻ്റെ പതിവ് പരിപാടിയായിരുന്നു. ഇത് കേൾക്കുമ്പോൾ എന്ത് പറയണം എന്നറിയാതെ എല്ലാവരും ചമ്മി നിൽക്കും. സിനിമയിൽ ഇത് മറ്റൊരു രീതിയിൽ പുനരാവിഷ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ജയകൃഷ്ണൻ ഋഷിയോടൊപ്പം ആട്ടിൻതല വാങ്ങാൻ പോകുന്ന രംഗവും. മേനോൻ്റെ അച്ഛന് സുഖമില്ലാതിരുന്ന സമയത്ത് സൂപ്പ് ഉണ്ടാക്കാനായി ആട്ടിൻതല വാങ്ങാൻ മേനോനും പത്മരാജനും കൂടി മാർക്കറ്റിൽ പോയിരുന്നു. ഈ യഥാർത്ഥ സംഭവമാണ് പത്മരാജൻ സിനിമയിൽ ഉൾപ്പെടുത്തിയത്. 2015 ജയകൃഷ്ണൻ എന്ന കഥാപാത്രത്തിന് പ്രചോദനമായ ഉണ്ണിമേനോനെ പറ്റി പത്രപ്രവർത്തകനായ കെ സജിമോൻ ഗഗനചാരി പക്ഷികൾ എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഗ്രാമത്തിലെ കർഷകനായും നഗരത്തിലെ സുഖലോലുപനായും ഇരട്ട ജീവിതം നയിച്ച വ്യക്തി എന്നതിലുപരി ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു മേനോൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വിവിധ വശങ്ങൾ ഈ പുസ്തകം വരച്ചുകാട്ടി. ക്ലൈമാക്സ് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ വച്ചായിരുന്നു ചിത്രീകരിച്ചത്. നടൻ ബിജു മേനോൻ്റെ അച്ഛൻ പോലീസ് ഓഫീസറായിരുന്നു. അദ്ദേഹമാണ് റെയിൽവേ സ്റ്റേഷനിൽ പോയി ചിത്രീകരിക്കാനും മറ്റും പത്മരാജന് സഹായമായത്. പക്ഷേ ആദ്യം ചിത്രീകരിക്കുമ്പോൾ എതിർഭാഗത്തു നിന്ന് വന്ന ട്രെയിനുകൾക്ക് ഷൂട്ടിംഗ് ലൈറ്റുകളും മറ്റും പ്രശ്നമാകുന്നുവെന്ന് പരാതി വന്നു. പിന്നെ ഷൂട്ടിംഗ് നിർത്തിവെച്ചു. ഗാന്ധിമതി ബാലൻ മദ്രാസിൽ പോയി പൈസ അടച്ച് പ്രത്യേക അനുമതി വാങ്ങിയ ശേഷമാണ് വീണ്ടും ചിത്രീകരിച്ചത്. ഒരു സാധാരണ പാസഞ്ചർ ട്രെയിൻ തന്നെയായിരുന്നു അതിനും ഉപയോഗിച്ചത്. സാധാരണ 5 മിനിറ്റ് സ്റ്റോപ്പുള്ള അവിടെ 10 മിനിറ്റ് നിർത്തിയിടിച്ചിട്ട് സുമലതയെയും സോമനെയും ഒക്കെ കയറ്റി ചിത്രീകരിക്കുകയായിരുന്നു. കാലത്തെ അതിജീവിക്കാൻ കരുത്തുള്ള ക്ലൈമാക്സ്, അതുപോലെ കഥാപാത്രത്തിൻ്റെ സ്വഭാവാവിഷ്കരണം. ജയകൃഷ്ണനെ പോലെ പ്രതാപിയായ ഒരു കുടുംബക്കാരന് ക്ലാരയെ പോലെ ഒരു പെൺകുട്ടിയെ മനസ്സിലിട്ട് താലോലിക്കാം, രഹസ്യകാരിയുമാക്കാം. പക്ഷേ ഭാര്യയാക്കാനാകില്ല. അയാൾക്ക് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട്. അമ്മ, സഹോദരി, തറവാട്, പ്രതാപം, അയാളുടേത് മാത്രമായ കുറേയേറെ ശരികൾ.
പത്മരാജൻ്റെ ചിന്തയിൽ വിടർന്ന ഈ ഒരു ക്ലൈമാക്സ് മാത്രമേ തൂവാനത്തുമ്പികൾക്ക് യോജിക്കുകയുള്ളൂ. നാട്ടിൽ തികഞ്ഞ മാന്യൻ, സൗമ്യൻ, അധ്വാനി എല്ലാമാണ് ജയകൃഷ്ണൻ. എന്നാൽ മുഖമില്ലാത്ത നഗരത്തിൽ തികഞ്ഞ കൂത്താടിയാണ് അയാൾ. ഒതുക്കി പൊതിഞ്ഞു വച്ചിരിക്കുന്ന തെമ്മാടിത്തത്തിൻ്റെ ആൾരൂപം. ശരിക്കും ഒരു ഭിന്ന വ്യക്തിത്വം. അയാളുടെ പൗരുഷ പ്രകടനങ്ങളെല്ലാം വെറുതെയാണ്. വെറും ഭീരുവാണ് അയാൾ. സമൂഹത്തെയും വീടിനെയും എല്ലാം ഭയക്കുന്ന വെറും ഒരു സാധാരണ പുരുഷനാണ് അയാൾ. രാധയൊന്ന് കണ്ണുരുട്ടിയപ്പോൾ വയൽ വരമ്പിൽ വെച്ച് അയാൾ പിടയ്ക്കുന്നത് പത്മരാജൻ നമുക്ക് ആദ്യം തന്നെ കാണിച്ചു തരുന്നു. ഇതെല്ലാം പറയാതെ പറയുക മാത്രമാണ് പത്മരാജൻ ചെയ്തത്. എടുത്തു പറഞ്ഞ് ജയകൃഷ്ണനെ ദുർബലനാക്കാതിരിക്കുന്നിടത്താണ് പത്മരാജൻ്റെ വിജയം. അവിടെ തൂവാനത്തുമ്പികൾ ഒരു ക്ലാസിക്കായി മാറുന്നു. കേരള ഫിലിം ക്രിട്ടിക്സ് അസോസിയേഷൻ അവാർഡ്സിൻ്റെ ആ വർഷത്തെ മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡ് പത്മരാജനും, മികച്ച നടിക്കുള്ള അവാർഡ് സുമലതയും, മികച്ച പിന്നണി ഗായകനുള്ള അവാർഡ് ജി വേണുഗോപാലും കരസ്ഥമാക്കി. റിലീസായ സമയത്ത് വലിയ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റൊന്നുമല്ലായിരുന്നെങ്കിലും തൂവാനത്തുമ്പികൾ എന്ന സിനിമയുടെ ലെഗസി ഒരിക്കലും മറക്കാവുന്ന ഒന്നല്ല. സിനിമയിലെ തൃശ്ശൂർ ഭാഷാ പ്രയോഗത്തെ പറ്റിയും വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രശസ്ത സംവിധായകൻ രഞ്ജിത്ത് തൂവാനത്തുമ്പികൾ എന്ന ചിത്രത്തിലെ മോഹൻലാലിൻ്റെ തൃശ്ശൂർ ഭാഷ ബോറാണെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. മോഹൻലാൽ തൃശ്ശൂർ സ്ലാങ് അനുകരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അത് മെച്ചപ്പെടുത്താൻ സംവിധായകനോ മോഹൻലാലോ കാര്യമായ പരിശ്രമം നടത്തിയിട്ടില്ല. ഇതിന് മോഹൻലാൽ പറഞ്ഞ ഉത്തരം ഇതാണ്: ഞാനൊരു തൃശ്ശൂർ സ്വദേശിയല്ല. സംവിധായകനായ പത്മരാജൻ്റെ നിർദ്ദേശങ്ങൾ പിന്തുടരുക മാത്രമാണ് ഞാൻ ചെയ്തത്. അന്ന് അത് തിരുത്താൻ ആരുമുണ്ടായിരുന്നില്ല. പത്മരാജൻ്റെ മകനായ അനന്തപത്മനാഭൻ ഏറെക്കുറെ രഞ്ജിത്തിൻ്റെ നിരീക്ഷണത്തിനോട് യോജിക്കുന്നുണ്ടെങ്കിലും ഭാഷാപരമായ കൃത്യത കൈവരിക്കുന്നതിൽ സംവിധായകർ നേരിടുന്ന വെല്ലുവിളികൾ കൂടി കണക്കിലെടുക്കണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എന്നാൽ രഞ്ജിത്തിൻ്റെ നിരീക്ഷണത്തിനോട് എതിരഭിപ്രായമാണ് യഥാർത്ഥ ജയകൃഷ്ണനായ ഉണ്ണിമേനോൻ പ്രകടിപ്പിച്ചത്. ചിത്രത്തിൽ മോഹൻലാലിൻ്റെ പ്രകടനം ഉജ്ജ്വലമാണ്. ജീവിതകാലം മുഴുവൻ തൃശ്ശൂരിൽ ജീവിച്ച തങ്ങളെപ്പോലെയുള്ളവർക്ക് പോലും യഥാർത്ഥ സ്ലാങ് പൂർണ്ണ രൂപത്തിൽ സംസാരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2013 ഇന്ത്യൻ സിനിമയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് IBN ലൈവ് നടത്തിയ ഓൺലൈൻ വോട്ടെടുപ്പിൽ എക്കാലത്തെയും മികച്ച ഇന്ത്യൻ സിനിമകളുടെ പട്ടികയിൽ തൂവാനത്തുമ്പികൾ 8ാം സ്ഥാനം നേടി. ഈ പട്ടികയിലെ ആദ്യ 10 സിനിമകളിൽ ഉൾപ്പെട്ട മറ്റു മലയാള ചിത്രങ്ങൾ മണിച്ചിത്രത്താഴും ഒരു വടക്കൻ വീരഗാഥയുമായിരുന്നു. വർഷമേറെ കഴിഞ്ഞു തൂവാനത്തുമ്പികൾ വന്നിട്ട്, 39 വർഷം. പക്ഷെ അന്നത്തെ തലമുറയെപ്പോലെ തന്നെ ഇന്നത്തെ തലമുറയും ആ ചിത്രത്തെ സ്നേഹിക്കുന്നു, നെഞ്ചേറ്റി നടക്കുന്നു. എന്തുകൊണ്ടെന്ന് ആലോചിക്കുമ്പോൾ മനസ്സിൽ തെളിയുന്നത് തൂവാനത്തുമ്പികളിലെ കണ്ടാലും കണ്ടാലും മതിയാവാത്ത രംഗങ്ങളാണ്. നിറഞ്ഞു പെയ്ത പത്മരാജൻ്റെ പ്രതിഭയിൽ നിന്നും നമ്മുടെ മനസ്സിലേക്ക് തെറിച്ചു വീണ തൂവാനത്തുമ്പികളുടെ ലാവണ്യ നിറവും. പിന്നെ സ്മൃതികളിൽ കൂടുകൂട്ടിക്കഴിഞ്ഞ അവയുടെ ഇണത്തുമ്പികൾക്കായി നാം ഇനി കാത്തിരിക്കേണ്ടതില്ലെന്നും.